പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ 27-ാം നിയോഗ പ്രാർത്ഥന കർത്താവേ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി രക്ഷകനായ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ കടക്കിണിയും ഞങ്ങളുടെ ജോലിയില്ലാത്ത അവസ്ഥകളും കർത്താവേ, ഒരു സമാധാനമില്ലാത്ത അവസ്ഥകളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. വാക്കുകളിൽ വിശ്വസ്തനാണല്ലോ കർത്താവേ, വാഗ്ദാനങ്ങളിലും വിശ്വസ്തനാണല്ലോ കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങയുടെ വാക്ക്, അങ്ങയുടെ ഒരു ഉറപ്പിന് ഞങ്ങൾ കാതോർക്കുകയാണ് കർത്താവേ. ഞങ്ങളെല്ലാവരും അങ്ങിൽ ശരണം വയ്ക്കുകയാണ് കർത്താവേ. ഓ ജീവൻ്റെ ഉറവിടമായ രക്ഷയുടെ വാഗ്ദാനമേ, അങ്ങയുടെ കാരുണ്യത്തിനായി, അങ്ങയുടെ കരുണ ആ സ്നേഹത്തിനുമായി ഞങ്ങൾ കാതോർക്കുന്നു. എൻ്റെ ഈശോയെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ശാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും, തകർച്ചയുടെ ബന്ധനങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്ന്, ഞങ്ങളെല്ലാ അശുദ്ധികളിൽ നിന്ന് ഞങ്ങൾക്ക് സമാധാനം നൽകുവാനും സന്തോഷം നൽകുവാനും സൗഭാഗ്യം നൽകുവാനും ദൈവമേ, അങ്ങ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തിന് ഭൂമിക്ക് മധ്യേ 3 ആണികളാൽ കീറിമുറിക്കപ്പെട്ട് അവിടുന്ന് അങ്ങയുടെ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം, എൻ്റെ ഈശോയേ, അങ്ങയുടെ വിലാപ്പുറത്തുനിന്ന് ഒഴുകിയ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം, ഒരു തുള്ളി രക്തം ഞങ്ങളുടെ മേലൊഴുക്കണമേ. എൻ്റെ ഈശോയെ, നിൻ്റെ ഒരു തുള്ളി രക്തം, അങ്ങയുടെ പരിശുദ്ധ രക്തം ഈ നിമിഷം എൻ്റെ ശിരസിൽ ഒഴുകട്ടെ. മോനെ പ്രാർത്ഥിക്കുക, മോളെ പ്രാർത്ഥിക്കുക. നിൻ്റെ നിർബന്ധലയിൽ, നിൻ്റെ ശിരസിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ, ജീവനുള്ളവൻ്റെ ആ പരിശുദ്ധ രക്തം ഒരു തുള്ളി വീഴാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ പരിശുദ്ധ രക്തം ഞാൻ എൻ്റെ ഭവനത്തിൽ ഒഴുകട്ടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തം ഓരോ മക്കളുടെ ഭവനങ്ങളിൽ, ഓരോ മക്കളിലും, ഓരോ മക്കളുടെ തല മുതൽ കാൽ വരെ ഒഴുകട്ടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ ബഥേൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രത്തിൽ ആ കപ്പോള പണിയുന്ന ആ മക്കളിലും, അവിടെ പണിയുന്ന സ്ഥലത്തും പാവിയായി എൻ്റെ മേലും ഈശോയുടെ രക്തം ഒഴുകട്ടെ. എൻ്റെ ഭാര്യയുടെ മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എൻ്റെ ഭവനത്തിൻ്റെ മേൽ, എൻ്റെ മക്കളുടെ മേൽ. കർത്താവെ, ഞാനുമായി ബന്ധപ്പെടുന്ന ശുശ്രൂഷകളിൽ, ഞാനുമായി ബന്ധപ്പെടുന്ന ഓരോ ബന്ധങ്ങളിൽ അങ്ങയുടെ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം ഒഴുകട്ടെ, ഒഴുകട്ടെ, ഈ നിമിഷം ഒഴുകട്ടെ. കർത്താവെ, യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകണമേ. കർത്താവെ, കടൽ പണിക്ക് പോകുന്ന മക്കളുടെ വള്ളങ്ങളുടെ മേലും, വലകളുടെ മേലും, കടലിൻ്റെ മേലും കർത്താവിൻ്റെ പരിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. കർത്താവെ, കൃഷിയിടങ്ങളിൽ വ്യാപാരങ്ങൾ നടത്തുന്നവരുടെ മേൽ, കൃഷി ചെയ്യുന്നവരുടെ മേൽ, കൃഷിയിടങ്ങളിൽ കൃഷിക്കാരുടെ മേൽ, പണിക്കാരെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആ ബുദ്ധിമുട്ട് മാറ്റി പണിക്കാരെ കൊടുക്കണമേ. കർത്താവെ, അവരുടെ മേലും, പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേൽ, പരീക്ഷ വരാൻ പോകുന്ന മക്കളുടെ മേൽ, പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളും, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരുടെ മേലും, വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മക്കളുടെ വിസയ്ക്ക് വേണ്ടിയും, കർത്താവേ, കഷ്ടപ്പെടുന്ന ഓരോ മക്കളുടെ മേലും അങ്ങയുടെ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം ഈ നിമിഷം തളിക്കണമേ. കർത്താവേ, അതുവഴി അശുദ്ധികളും ശാപങ്ങളും പാപബന്ധനങ്ങളും പിതാവിൻ്റെ പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിർവീരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളും അഭിഷേകത്താൽ നിറയട്ടെ. കർത്താവ് ഈശോയുടെ തിരുരക്തം എല്ലാവരുടെ മേൽ തളിക്കണമേ. ശാപഭാവ ബന്ധനം മാറ്റണമേ. മക്കളില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായ മക്കളുടെ മേൽ പരിശുദ്ധ രക്തം തളിച്ച കുഞ്ഞുങ്ങൾ ഈശോയെ വചനത്താലും അഭിഷേകത്താലും നിറയട്ടെ. കർത്താവേ,
കർത്താവെ, ധ്യാനം കൂടിപ്പോയി എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ. അവരെല്ലാവരും അടുത്ത ധ്യാനത്തിലേക്ക് അനേകം മക്കളെ കൊണ്ടുവരുവാനുള്ള യോഗ്യത, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ അച്ഛന്മാരെ സമർപ്പിക്കുന്നു. മോനെ, മോളെ, നിങ്ങളുടെ വികാരി അച്ഛന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കത്തോലിക്ക സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ്, എൻ്റെ വികാരി അച്ഛനെയും ഞങ്ങളുടെ രൂപതയെയും എല്ലാ രൂപതകൾ ആഗോള കത്തോലിക്ക സഭയെ അനുഗ്രഹിക്കണേ. കർത്താവെ, നാനാജാതി മതസ്ഥരും മാനസാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവരും ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആശ്രവദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണേ കർത്താവേ, അനുഗ്രഹിക്കണേ കർത്താവേ. മോനെ, മോളെ, വിശ്വാസത്തോടെ ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയുടെ കീഴിൽ നീ താഴ്മയോട് നിന്നുകൊണ്ട് അവിടുന്ന് തരുന്ന കൃപ ഈ നിമിഷം നീ സ്വീകരിക്കുക. എൻ്റെ ഈശോയെ, ഒന്ന് തൊട്ടാൽ മതി ലോകത്താവേ. അങ്ങയുടെ ആ സ്പർശനം, അങ്ങയുടെ ആ കരുണ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളെല്ലാവരുടെ മേൽ, ഈ ഭവനത്തിലും ഞങ്ങളുടെ ഓരോ മക്കളുടെ ഭവനത്തിലും ധ്യാനകേന്ദ്രത്തിൻ്റെ പണിയിലും അതിനാവശ്യമായ സമ്പത്ത് നൽകണേ കർത്താവേ. ധ്യാനകേന്ദ്രം പണിയുവാൻ സാമ്പത്തിക സഹായം ചെയ്ത എല്ലാവരെയും ആശ്രദിച്ച് അനുഗ്രഹിക്കണേ കർത്താവേ. ഈ നിമിഷം അവർ തുടരണേ കർത്താവേ, അവരെ ഉറപ്പിച്ച് നിർത്തണേ കർത്താവേ. അനേകം മക്കൾക്ക് വൺഡേ ധ്യാനത്തിനും അടുത്ത ഈ ഫെബ്രുവരി 2 അടുത്ത ഞായറാഴ്ച വൺഡേ ധ്യാനം, ആ വൺഡേ ധ്യാനത്തെയും ഫെബ്രുവരി 13 താമസമുള്ള ധ്യാനത്തിലേക്കും ഇത് കേൾക്കുന്ന അനേകം മക്കൾ കടന്നു വരട്ടെ. അവരൊരു 5 പേരെങ്കിലും ഓരോരുത്തരും പറഞ്ഞു വിടട്ടെ കർത്താവേ. കർത്താവേ, അവർ പറയുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ, ബന്ധനത് മോചനം കൊടുക്കണേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. ഈശോയുടെ മക്കളെ, ഹൃദയം നമ്മളെ തന്നെ താഴ്ത്തി എളിമപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ്റെ കരുണ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ തിരുരക്തം നിൻ്റെ മേൽ ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുരക്തം ഒഴുകട്ടെ കർത്താവേ. അത്ഭുതങ്ങളടയാളം സംഭവിക്കട്ടെ കർത്താവേ. ഈശോയെ ഒന്ന് തൊടണമേ കർത്താവേ. രോഗികളായി കിടക്കുന്ന എല്ലാ രോഗികൾക്കും ആരോഗ്യം കൊടുക്കണമേ, സുഖപ്പെടുത്തണേ കർത്താവേ. മാരാരോഗങ്ങൾ തൊട്ട് സുഖപ്പെടുത്തണേ കർത്താവേ. അത്ഭുതങ്ങളുടെ രാജാവേ, എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. ഈശോയുടെ തിരുരക്തമേ, ഈശോയിന്ന് തുറന്നേ കർത്താവേ, ഒന്ന് തുറന്നേ കർത്താവേ. ഞങ്ങളിതാ വലിയ ആർത്തിയോടെ ചോദിക്കുന്നു, വലിയ സ്നേഹത്തോടെ ചോദിക്കുന്നു. ഈശോയെ, ഒന്ന് തൊട്ടനുഗ്രഹിക്കണേ കർത്താവേ, ഒന്ന് തൊട്ടനുഗ്രഹിക്കണേ കർത്താവേ. ഈശോയുടെ കാരുണ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണേ കർത്താവേ, അനുഗ്രഹിക്കണേ കർത്താവേ, അനുഗ്രഹിക്കണേ കർത്താവേ, അനുഗ്രഹിക്കണേ കർത്താവേ. ഈശോയെ, കർത്താവേ, ഹൃദയം തകർന്ന ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൈകൾ നീട്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. നിന്നെ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ തിരുരക്തമഴ ഞങ്ങളുടെ മേൽ ഒഴുക്കി ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്വം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാനുടെ അപേക്ഷിച്ചുള്ളമേ. പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും എപ്പോൾ ചെയ്യും.